അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിതാക്കണേ തീ പിടിപ്പിക്കുക കേട്ടോ. തീ പിടിപ്പിച്ചിട്ട് വേണം നമുക്ക് എന്താ ബീഫ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ അടുപ്പത്ത് തന്നെ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീ ഇങ്ങനെ ഒന്ന് ആദ്യം തീ പിടിച്ച് പെട്ടെന്ന് പിടിക്കൂട്ടോ. പിടിച്ചാൽ പിന്നെ കേട്ടുപോകില്ല. അപ്പോൾ ഞാൻ തീ ഇങ്ങനെ പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ കണ്ടില്ല നിങ്ങൾ ഇങ്ങനെ വരച്ച് വെച്ചാൽ എന്താണെന്ന് അറിയാം, ഒരു ചെറിയ ഉറുമ്പ് ഉണ്ടല്ലോ, ചെറിയൊരു ഉറുമ്പുകൾ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ വരച്ച് വെച്ചതിലോന്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ചുറ്റും ക്ലീൻ ആക്കട്ടെ ഒന്ന്. അപ്പോൾ ഇത് നമുക്ക് തീ ഒന്ന് പിടിച്ച് കിട്ടട്ടെ കേട്ടോ. അപ്പം ഞാൻ ചിക്കനൊക്കെ ചിക്കനല്ല, ചിക്കന് തന്നെ പറയുള്ളൂ. ബീഫ് ഉണ്ടല്ലോ, ബീഫൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ ഇതാക്കി വെച്ചതാട്ടോ. അപ്പോൾ ഇതാക്കി ഞാൻ നമുക്ക് ബീഫൊക്കെ മസാല കൂട്ടാവുന്ന ബീഫൊക്കെ ഐസ് ഇല്ലല്ല, മൈസൊന്നും ആയിട്ടില്ല. ചിക്കന് പറയും, ഞാൻ ചിക്കനാണ് അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നത്. അപ്പോൾ ഇതാക്കണേ നമ്മളെ ബീഫിക്കുള്ള എല്ലാ ഭാഗത്തൊക്കെ തീ കത്തിങ്ങാണ്ട് പിടിച്ച് വരൽ തുടങ്ങിയിട്ടോ. തീ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാക്കണ ബീഫിക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചിക്കണേ. കൊച്ചുള്ളി, വെളുത്തുള്ളി, പിന്നെ അതേമാതിരി വലിയ ജീരകമൊക്കെ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ടിക്കണേ. പച്ചമുളക്, തക്കാളി, അതെല്ലാം പാടത്തേക്കിടും. വാഷിംഗ് മെഷീൻ നിന്നോണല്ലേ, ഓഫായിക്കണേ. പിന്നെ നമുക്ക് ഇതാക്കണേ ഇതിലേക്കുള്ള മസാലകൾ, നമ്മുടെ റെഡ് ചില്ലി, മല്ലി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാക്കണേ നമ്മളെ ഇതുണ്ടല്ലോ ഉലുവ ഇടുക കേട്ടോ കുറച്ച്. ഇത് ഞാൻ നമ്മളെ എന്താ ഉള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ചെയ്തിട്ടില്ലേനോ അതിൻ്റെ ഇതാട്ടോ. ആ ഉരല് കഴിയെ അതും കൊണ്ട് ഒഴിച്ചു. കുറച്ചും കൂടി വേണം. നമ്മൾ ഇതിലേക്കുള്ള വെള്ളം എപ്പോൾ എടുക്കുകയാണെങ്കിലും നല്ല ചൂടുള്ള വെള്ളം എടുക്കണം. ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ ആ ഒരു അല്ലെങ്കിൽ എന്താ പറയുക ഒരു പച്ചപ്പ് പോലെ ഇങ്ങനെ വരും നമുക്ക്. നമുക്ക് ഉപ്പ് ആഡ് ചെയ്യുക. കല്ലുപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ കല്ലുപ്പ് ആഡ് ചെയ്യുക. പൊടിപ്പ് ആഡ് ചെയ്യുക. പൊടിപ്പ് ഇങ്ങനെ കല്ലുപ്പ് പൊടിച്ച് വെച്ചാലും മതി കേട്ടോ. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. മസാല ഉണ്ടല്ലോ നല്ല കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ഇളക്കി എടുക്കട്ടോ. നല്ല ഇളക്കണം. നമ്മളെ കൈ തന്നെ വെച്ചിട്ട് ചെയ്യാം. അപ്പം ഞാൻ ഒരു കയ്യിലെടുത്തുകൊണ്ട് ഇപ്പം ഇങ്ങനെ ചെയ്യും. ഈ ഒരു ഇച്ചിരിയും കൂടി വെള്ളം വേണം കേട്ടോ. അതായത് ബീഫല്ലേ, ബീഫ് കുറച്ചിങ്ങനെ ചിലപ്പോൾ വേവുള്ള ബീഫാണോ നമുക്കറിയില്ല. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒരു ഇച്ചിരി കുറച്ചും കൂടി ഒരു വെള്ളം കൂടി ആഡ് ചെയ്യാം. പിന്നെ ഒരു സാധനം ഞാൻ മറന്നു, കറി ലീഫ് വേണം കേട്ടോ. കറി ലീഫ് മെയിനാണ്. അതായത് ബീഫൊക്കെ ഉണ്ടാകുമ്പോഴേ കറി ലീഫ് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് വേറെ ടേസ്റ്റാണ്. അപ്പം ഞാൻ കറി ലീഫൊക്കെ ഒന്ന് എടുത്ത് വരട്ടെ. കറി ലീഫാണ് 1.5 കറി ലീഫായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കറി ലീഫൊക്കെ ഒരു 1.5 കറി ലീഫ് ആയിക്കുന്നത്. നല്ല ഇളം കറി ലീഫാണ്. പറിച്ചതാക്കിയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇതേപോലെ തന്നെ വെച്ചൊക്കെയായിരുന്നു. ഒരു കുപ്പിയിലൊന്നും ഇട്ട് വെച്ചില്ല. അപ്പം നോക്കണ്ടോ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലുണ്ട്. നമുക്ക് കറിയിലേക്കും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്കിത് അടുപ്പത്തൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. കൂടി പോയിട്ടുണ്ട്. ഞാനൊരു ഈ വിറകൊന്നും ഇങ്ങനെ പിടിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു വിറകും കൂടിയും കൂടി കൊണ്ടുവന്ന് വെക്കട്ടെ. എനിക്ക് ഒരു എന്താ ഇത് വന്നിരുന്നു നമ്മളെ ഇതിന് ഒരു മെസ്സേജ് തന്നീന്. അല്ല താത്ത നിങ്ങൾക്ക് എന്താ ഗ്യാസ് അടുപ്പില്ലേന്ന് ചോദിച്ചങ്ങാണ്ട് എനിക്ക് മെസ്സേജ് വന്നീന്. അപ്പം ഞാൻ തിരിച്ച് റിപ്ലൈ അങ്ങോട്ട് കൊടുത്തിക്കണേ. അതായത് ഇത് സംഭവം ഉണ്ടല്ലോ, കണ്ടിലിൻ്റെ വിറക് ഉണ്ടല്ലോ നിങ്ങൾ, ഈ വിറക് ഇങ്ങനെ ചെതൽ പിടിച്ച് പോവുകയാണ്. അപ്പം ഞാൻ വിറക് തന്നെ യൂസ് ആയി. ഇടയ്ക്ക് ഇപ്പം ഞാൻ അതിമണ്ട് യൂസ് ആക്കും ചെയ്യും. കുറേ എന്തെങ്കിലും വലിയ പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഗ്യാസ് കൊടുക്കും, പിന്നെ ഇത് കൊടുക്കാം. പിന്നെ ഞങ്ങൾ 2-3 പേരല്ലേ ഉള്ളത്. അപ്പം നമ്മൾ വിറക് തന്നെ കത്തിച്ചങ്ങാണ്ട് ഇങ്ങനെ അതിമ തന്നെ ചെയ്യല് കേട്ടോ. അപ്പം എന്നാലും ഞാനൊന്ന് അടച്ച് വെക്കട്ടെ.
അത് അടച്ചു വെച്ച് ഇതായി വരട്ടെ കേട്ടോ. നല്ല തിളച്ച് ഒക്കെ റെഡി ആയി വരട്ടെ. ഞാൻ നമ്മളെ ബീഫൊക്കെ അടുപ്പത്തൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് അത് ഇതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെക്കാം കേട്ടോ. ഇതൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ എന്താ പറയുക മെഷീനിൽ ഇതാക്കണ തോരടാനുള്ളതും ഉണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇവിടെ നിന്ന് ഒഴിവാക്കണം. ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. നിസ്കാരപ്പാട്ടിൽ കളർ പിടിച്ച് ഗൈസ് കണ്ടോ, ഏതുമെന്നാണ് അവതായിക്കുന്നത്. നിസ്കാരപ്പായ സങ്കടം വരും. സ്കൂൾ നാളെ കഴിഞ്ഞാൽ യൂണിഫോമൊക്കെ എടുത്തിട്ട് ഇപ്രാവശ്യം യൂണിഫോമൊന്നും മാറുന്നില്ല. അപ്പോൾ ഒക്കെ വൃത്തിയാക്കി ഒന്ന് ഇതാക്കി കംഫോർട്ടൊക്കെ ഇട്ടുങ്ങാണ്ട് ചെയ്യണം. അത് ഇത് ഒന്ന് തുറന്നു നല്ലോ തിളക്കി വെള്ളമൊക്കെ ഇങ്ങോട്ട് ഇതാക്കണം കേട്ടോ. വെള്ളമൊക്കെ താന്ന് വെക്കണ്. അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോഴത്തെ സ്വലാത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വെല്ലെ പറയണത്. നിങ്ങൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. ഇതിക്ക് പ്രാർത്ഥിക്കുന്നത് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പം എന്നിട്ട് ഞാൻ തുറന്ന് വെച്ച് വേവിക്കട്ടോ. ഇനി വെള്ളമൊക്കെ ഒന്ന് കുറച്ച് ഗ്രേവിയൊക്കെ ഒന്ന് കുറഞ്ഞോട്ടെ. അപ്പോൾ ഞാൻ അതൊക്കെ തൂമിക്കാൻ വേണ്ടി വറവിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി റെഡിയാക്കി, കൊച്ചുള്ളി റെഡിയാക്കി അരിഞ്ഞു വെച്ചിരുന്നു കേട്ടോ. ഞാൻ നമ്മളെ വത്തക്കൊക്കെ ഒന്ന് ഇപ്പോൾ കട്ട് ചെയ്തേക്കട്ടെ. നല്ല തണുപ്പുണ്ടായിരുന്നുണ്ട്. കൂടുതൽ വത്തക്കയാക്കി കണ്ടേ കുറച്ച് മുസമ്പി ഇങ്ങനെ ആട്ടി മുന്തിരി എടുത്തിട്ടില്ല. അപ്പോൾ എന്താ നമ്മൾ കഷ്ണം വെട്ടിയാൽ പിന്നെ ബാലൻസ് വരുമ്പോഴേ ഭയങ്കര ഇതാകുകയാണ്. അപ്പോൾ ഇതാക്കണേ ഇത് ഫുള്ള് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചൂടാറില്ല. ഫേനോ ഇതാക്കണം. എത്ര 4 പൊറാട്ട 5 പൊറാട്ട 5 പൊറാട്ട ഇതാ ഒരു വറവിട്ട് വെക്കുക കേട്ടോ. അതൊക്കെ നമ്മളേ പരിപ്പും കറിക്ക് അതൊക്കെ ഞങ്ങൾക്ക് കറി കേട്ടോ. പരിപ്പിൻ്റെ കറി വെള്ളരിക്കും പരിപ്പും വെച്ചതാണ്. അതിലേക്ക് വെച്ചത് ഇനി കൊച്ചുള്ളി വെക്കുന്നുണ്ട്. നമ്മൾ കറി കുറച്ച് വറവിട്ടെടുക്കട്ടെ. എന്താ പറയുക ആൾക്കാരുണ്ടായപ്പോൾ വല്ല വർത്താനം പറയുന്നത് കേക്കോ വിചാരിച്ചങ്ങാണ്ടേ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കേൾക്കുമ്പോൾ നമുക്കറിയാം മൈക്കില്ല. മൈക്കല്ലാതെ ഇപ്പോൾ ക്യാമറയിൽ ഇങ്ങനെ പറയല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പറയുമ്പോൾ എല്ലാവർക്കും പുറത്തേക്ക് നല്ലോണം കേൾക്കും. പക്ഷെ നമ്മളെ വീഡിയോയിൽ കേൾക്കാത്തതിന് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് അങ്ങനെ കാണിട്ടോ. പെണ്ണ് പറയണേ ചെറിയ ഉള്ളി അല്ലത്, എന്താ കൊച്ചുള്ളി അല്ലത് വലിയുള്ളിയാണ്. അല്ല കേട്ടോ, അത് കൊച്ചുള്ളി തന്നെയാണ്. അതോ കൊച്ചുള്ളിയുടെ വലിപ്പം കാണാം. വലിയുള്ളി മാറി വലിപ്പം കൊച്ചുള്ളി അതിൻ്റെതാ അത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ അടിച്ചമർത്തി പോവുക കേട്ടോ. ബായ്. കൊതങ്ങോട്ട് തൂമിട്ടുണ്ട് വറവ് ഇട്ടുണ്ട് ഒഴിച്ച്. അപ്പോൾ ഇതാ ഇതേമാതിരി ഒരു പറല വെള്ളം ഉണ്ട് കേട്ടോ. ചാറ് പറല ചാറാക്കി എന്താ പറയുക എന്താ ആ പൊറാട്ടിക്കും. പിന്നെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ആക്കണമെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് കോരിങ്ങാണ്ട് ഫ്രൈ ആക്കാം. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും എല്ലാവരും അല്ലേ. ഇപ്പോൾ വാങ്ങി കൊടുക്കാനായിക്കും കേട്ടോ. സ്വലാത്തൊക്കെ കഴിഞ്ഞ് അപ്പം ഞങ്ങളേ തുറന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. തുറന്നിരുന്നപ്പോൾ കണ്ടങ്ങൾ ഇതാക്കണേ അവിടുന്ന് സ്വലാത്ത് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാ നമുക്ക് തരിക്കഞ്ഞി സമൂസയും പിന്നെ എന്താ കൊക്കവടി മുന്തിരി എല്ലാം കൊണ്ടുവന്ന് നിൽക്കുക കേട്ടോ. ഈ ബിരിയാണി ഇതൊക്കെ ഉണ്ടൊക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുകയാണ്. പിന്നെ ഞാനെന്താണെന്നറിയോ, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എൻ്റെ ഉമ്മാൻ്റെ ചെറിയ ആങ്ങളെ മരിച്ചു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിലായിരുന്നു. അപ്പം എല്ലാവരും എൻ്റെ അമ്മന് വേണ്ടിയിട്ടൊക്കെ നല്ലോണം നമ്മൾ നല്ലൊരു മാസം നല്ല ദിവസങ്ങളിൽ മരിച്ചതൊക്കെ. അപ്പം എല്ലാവരും ദുആ ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ അമ്മോനും ഞങ്ങളെ ഫാമിലിക്കും
എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യണം കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടും എല്ലാവരോടാണ് ഈ പറയണത്.